അങ്കനവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിച്ചു. 2 ദിവസം വീതം നൽകിയിരുന്ന പാലും മുട്ടയും 3 ദിവസം നൽകും. മുട്ട ബിരിയാണി, പുലാവ് അടക്കമുള്ള വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്കനവാടി പ്രവേശനോത്സവത്തിലാണ് മെനു പരിഷ്കരിച്ചത് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചത്. ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന് വിദ്യാർത്ഥി ആവശ്യപ്പെടുന്ന വീഡിയോ ചർച്ചയായതിന് പിന്നാലെ മെനു പരിഷ്കരിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. സ്വാന്തന സ്വാജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സ്വാന്തന, ശംഖു എന്നു പേരുള്ള ഒരു കൊച്ചുമിടുക്കൻ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും ഒക്കെ വേണമെന്ന് ആവശ്യപ്പെട്ട വീഡിയോ സമൂഹമാധ്യമങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നു. മന്ത്രി കാണുന്നു, മെനു പരിഷ്കരിക്കാം മോനെ എന്ന് പറയുന്നു. ഇപ്പൊ പരിഷ്കരിച്ചിരിക്കുന്നു അല്ലേ? എന്തൊക്കെയുണ്ട് മെനുവിൽ? അതെ റോഷ്നി, അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം ശംഖുവിൻ്റെ അതുപോലെ തന്നെ ശംഖുവിനെ പോലെ അംഗൻവാടിയിൽ പഠിക്കുന്ന നിരവധി കൊച്ചു മിടുക്കന്മാരുടെയും മിടുക്കുകളുടെ ആഗ്രഹമാണ് ഇപ്പോൾ മന്ത്രിയമ്മ സാധിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം ഈ ഒരു വീഡിയോ നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശംഖു എനിക്ക് ബിരിയാണിയും പിന്നെ ചിക്കൻ ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന് പറയുന്ന വീഡിയോ വലിയ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ശ്രദ്ധ നേടിയിരുന്നു. അത് മന്ത്രിയും അന്ന് കണ്ടിരുന്നതാണ്. അങ്ങനെ അന്ന് തന്നെ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നതാണ് ഇത്തരത്തിൽ ഈ അംഗൻവാടി കുട്ടികളുടെ മെനു പരിഷ്കരിക്കും, ഉടൻ തന്നെ അത് ഉണ്ടാകുമെന്ന്. അതിനുശേഷം ഇപ്പോൾ വിവിധ തലങ്ങളിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അംഗൻവാടി കുട്ടികളുടെ മെനു പരിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ അംഗൻവാടി കുട്ടികളുടെ പ്രവേശനോത്സവ ദിവസമായിരുന്നു. പത്തനംതിട്ടയിൽ വെച്ചായിരുന്നു നടന്നത്. ആ ഒരു ചടങ്ങിലാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. മുട്ട ബിരിയാണിയും അതുപോലെ തന്നെ പുലാവ് അടക്കമുള്ള ഭക്ഷണ വിഭവങ്ങളാണ് ഈ ഒരു മെനുവിൽ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിനും അവരുടെ പോഷക ഗുണങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പോഷണ ആഹാരങ്ങളൊക്കെ നൽകിക്കൊണ്ട് എങ്ങനെ ഇതിനെ മെച്ചപ്പെടുത്താമെന്ന രീതിയിൽ പല വിധത്തിലുള്ള ചർച്ചകൾ നടത്തിയ ശേഷമാണ് ഈ പുതിയ മെനു ഒക്കെ തന്നെയും ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത്. അതിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന ഒരു രീതി നേരത്തെ അംഗൻവാടികൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ 3 ദിവസമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുലാവ്, മുട്ട ബിരിയാണി ഒക്കെ തന്നെയും ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലത്തെയും ഉച്ചക്കത്തെയും ഒക്കെ ഭക്ഷണക്രമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സന്തോഷമായി പുലാവും മുട്ട ബിരിയാണിയും ഒക്കെ കഴിക്കാം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. റോഷ്, ഓക്കെ സാന്ത്വന, അപ്പോൾ കുട്ടികൾ ഹാപ്പി.